ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് ഒരു ഷോപ്പിൽ നിന്ന് ഇതുപോലെ നൈറ്റി പീസായിട്ട് കിട്ടൂലേ, അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. 3 മീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫോൾഡാക്കി ഇടാം. അപ്പോൾ ഫസ്റ്റ് ലെങ്തിൻ്റെ പോർഷനാണ് മടക്കിയിട്ട് പിന്നെ വിഡ്ത്തിൻ്റെ പോർഷൻ മടക്കി കൊടുക്കാം. ഓക്കെ, അങ്ങനെ മടക്കിയതിന് ശേഷം ബോട്ടം പോർഷനിൽ നിന്നാണ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 50 ഇഞ്ചസ് ആണ് കേട്ടോ. അപ്പം നിങ്ങളുടെ ലെങ്തിനനുസരിച്ച് എത്രയാണോ ലെങ്ത് നോക്കിയിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 50 ഇഞ്ചസ് ആണ് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ XXL സൈസിലുള്ള നൈറ്റിയാണ് കേട്ടോ നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ 7.5ഉം ആം ഹോള് 8 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നമ്മൾ തുണി മടക്കുമ്പോൾ പുറകു വശത്ത്, അതായത് ചീത്ത വശത്ത് വെച്ചിട്ട് വേണം മടക്കാനായിട്ട് കേട്ടോ. നല്ല വശത്ത് ഇതുപോലെ ലൈൻസൊക്കെ വരും, വൃത്തികേടായിരിക്കും. അപ്പോൾ പുറത്തൊക്കെ സെയിൽ ചെയ്യാനാണെങ്കിൽ എന്തായാലും ചീത്ത വശത്ത് വെച്ചിട്ടാണ് വരയ്ക്കാനുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 12 ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 15 ഇഞ്ചസ് ആണ്, അതൊന്ന് മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ട് 11 ഇഞ്ചസ്. നമ്മൾ 12 ആണ് എടുത്തിരുന്നെങ്കിൽ 1 ഇഞ്ചസ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ചെസ്റ്റിൽ നിന്ന് 1 ഇഞ്ചസ് കുറച്ചാൽ മതി. അതിനുശേഷം ബോട്ടം പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി ആം ഹോൾ ഫിനിഷ് ചെയ്യണം. ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. എന്താണ്, ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, നെക്ക് വിട്ട് നമുക്ക് 3 ഇഞ്ചസ് കൊടുക്കാം. അപ്പോൾ 3 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കാം. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ആം ഹോളിലും ഷോൾഡറിലും 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതി. ബാക്കിയുള്ള പോർഷനിൽ സൈഡിലും ബോട്ടം പോർഷനിലൊക്കെ 1 ഇഞ്ചസ് ആണ് നമുക്ക് സീം അലവൻസ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് പീസിൽ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചസ് തന്നെയാണ്. നെക്ക് ലെങ്ത് 4 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നമുക്കത് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാക്കി പോർഷനില്ലേ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ക്ലോസ് ആയ പോർഷനിൽ 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൽവെജ് വരുന്ന പോർഷനിൽ നമുക്ക് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന നൈറ്റി ഇതുപോലെ മുകളിൽ വെച്ചതിന് ശേഷം ഈ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കർവ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിൽ 1/2 ഇഞ്ചും അതുപോലെ സൈഡ് പോർഷനിൽ 1 ഇഞ്ചസും ആണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന പീസിൽ നിന്ന് ഇതുപോലെ നമുക്ക് ജോയിൻറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിനും അതുപോലെ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് മാറ്റി വെക്കാം. ബാക്കി വരുന്ന പീസിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. 6 ഇഞ്ചസ് ലെങ്തും വിഡ്ത്ത് 3 ഇഞ്ചസും ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കർവ് ലൈനും കൂടി വരച്ചു കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിൽ നെക്ക് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ക്രോസ് പീസ് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്രോസ് പീസ് എല്ലാം ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ ചെറുതായിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നമുക്ക് പുറത്തേക്ക് മറിച്ചിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം.
നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് ഫോൾഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിബിൻ്റെ ലെങ്ത് 8 ഇഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ചസ് ലെങ്തിലാണ് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ പീസിൽ 7 ഇഞ്ചസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പലരും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ഇഞ്ച് വിട്ടുള്ള ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഇഞ്ച് വിട്ടും 12 ഇഞ്ച് ലെങ്തും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ടൊന്ന് ഫോൾഡാക്കി എടുക്കാം. നൈറ്റിയിൽ നമ്മൾ 7 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ പീസിലും സെയിം 7 ഇഞ്ചസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒരു 1/2 ഇഞ്ച് അലവൻസും കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ 7.5 കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 1/2 ഇഞ്ച് ഉണ്ടാവും മുകളിലേക്ക് വിട്ടേക്കുന്നുണ്ടോ. ഓക്കെ, ഇങ്ങനെ 1/2 ഇഞ്ച് മുകളിലേക്ക് വിട്ടതിന് ശേഷം നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് വി പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് മറിക്കുന്നത്. നമുക്ക് ചെറുതായിട്ട് നോച്ചസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉള്ളിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കി വരുന്ന പോർഷൻസ് ഒന്നും കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉള്ളിലേക്ക് മറിക്കാം. നമ്മൾ മുകളിലേക്ക് 1/2 ഇഞ്ച് വിട്ടില്ലേ, അതിനെ ഉള്ളിലേക്ക് ഫോൾഡാക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു പീസിനെ മറിച്ചിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ വി വരുന്ന പോർഷനിൽ എഡ്ജ് സ്റ്റിച്ചായിട്ട് ഓക്കെ വിട്ട് കുറഞ്ഞായിരിക്കണം വരേണ്ടത്. വീണ്ടും നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ ഇനി നമുക്ക് സിബിനെ ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തില്ലേ, അതുപോലെ തന്നെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മറയ്ക്കാനായിട്ടൊരു പീസ് വെക്കണമല്ലോ. അപ്പോൾ നമുക്കൊരു 4 ഇഞ്ചസ് വിട്ടുള്ള ഒരു പീസ് ഇതുപോലെ എടുക്കാം. രണ്ടായിട്ടൊന്ന് ഫോൾഡാക്കി എടുക്കാം. ഓക്കെ, അതിനുശേഷം മുകളിലത്തെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡാക്കിയിട്ട് നമ്മൾ നല്ല വശത്ത് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് ബോട്ടം പോർഷൻ എത്തുമ്പോൾ ബോട്ടം പോർഷനും നമ്മൾ ഫസ്റ്റ് മടക്കിയതുപോലെ ഒന്ന് ഫോൾഡ് ആക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇറക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ പുറത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് അവിടെ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നമ്മുടെ സിബ് എവിടെയാണോ തുടങ്ങുന്നത് ഓക്കെ ആ പോർഷൻ വരെ ഒരു 1 ഇഞ്ചോളം ഓക്കെ അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ഈ പീസിന് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തില്ല, അപ്പോൾ പീസ് നമുക്ക് ഇതുപോലെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ബാക്ക് നെക്കിലും ഞാനിവിടെ ക്രോസ് പീസ് തന്നെയാണ് കേട്ടോ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് പീസ് നമുക്കിതുപോലെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് നോച്ചസ് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ക്രോസ് പീസിൻ്റെ ഈ ഒരു പീസില്ലേ ഇതിനെ നമുക്ക് നല്ല വശത്തേക്ക് മറിക്കാം. അതിനുശേഷം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡാക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഈ ഒരു ഷോൾഡറിലെ സ്റ്റിച്ചൊന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്കിൽ നമ്മളിങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ബയാസ് പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലൊക്കെ ഇതുപോലെ വരുന്ന ത്രെഡൊക്കെ എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമുക്ക് സ്ലീവ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം. ജോയിൻറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ 4 പീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമുക്ക് 2 സ്ലീവിലും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 പീസ് ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇനി ബോട്ടം പോർഷൻ നമുക്ക് സെൽവജ് ആയതുകൊണ്ട് മടക്കിയെടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് സൈഡ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബോട്ടം പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. 2 സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻസ് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം ബോട്ടം പോർഷൻ നമുക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലെവലല്ല എന്നുണ്ടെങ്കിൽ ലെവലാക്കി കട്ട് ചെയ്തതിന് ശേഷം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയണിങ് ആണ്. നമ്മൾ ഏതൊരു ഗാർമെൻറ്റ് ചെയ്താലും നന്നായിട്ട് ഹീറ്റ് ചെയ്ത് അയൺ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.